ഹലോ എവ്രി വൺ. അപ്പം ഇന്ന് നമ്മൾ ഒബ്ജക്ട്സ് അതുപോലെ തന്നെ ലൂപ്പ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഒബ്ജക്ട്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള, അതായത് പൈത്തണിലെ ലിറ്ററലി മിക്കവാറും കാര്യങ്ങളൊക്കെ എന്താണ്, ഒബ്ജക്ട്സ് ആണ്. അതായത് ഇപ്പോൾ വേരിയബിൾ ഒബ്ജക്ട്സ് ആണ്, ഒബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ലിസ്റ്റ്, ടപ്പിൾസ്, ഡിക്ഷണറീസ്, ഇതൊക്കെ എന്താണ്, ഒബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനൊരു ലിസ്റ്റ് എഴുതുകയാണ്. ഓക്കെ, കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ്. അതിനകത്ത് ഞാൻ എന്തെങ്കിലും കുറച്ച് വാല്യൂസ് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസ് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പം കാറ്റഗറി ഒരു ഡോട്ട് യൂസ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് അപ്പൻഡ്. ഇപ്പോൾ അപ്പൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിലോട്ട് നമുക്ക് പുതിയൊരു വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒരു പുതിയൊരു വാല്യൂ നമ്മൾ കൊടുക്കുക. അപ്പൻഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കൊടുത്തതിന് പുതിയ വാല്യൂസ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പോപ്പ് എന്നുള്ള ഒരു മെത്തേഡ് നമ്മൾ കണ്ടു അല്ലെ, ലാസ്റ്റത്തെ വാല്യൂവിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വേറൊരു കാര്യമാണ് ഐ ഡി. അതായത് ഈ ഒരു ഒബ്ജക്റ്റ്, കാറ്റഗറീസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഏത് ഐ ഡിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കാറ്റഗറീസിൽ എന്താണ് ഐ ഡി ഓക്കെ, കാറ്റഗറീസ് എല്ലാം പ്രിന്റ് ചെയ്യാം അല്ലെ, ഐ ഡി പ്രിന്റ് ചെയ്ത് കാണുന്നത്. സോ പ്രിന്റിനകത്ത് നമ്മൾ ഐ ഡി, എന്തിൻ്റെ ഐ ഡിയാണ്, ഐ ഡി ഓഫ് കാറ്റഗറീസ്. ഓക്കെ, നമ്മളൊന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടാവും. ഇവിടുത്തെ ഐ ഡി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് ഏത് ഐ ഡിയിലാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഐ ഡി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ഉള്ളൂ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ്, ഒബ്ജക്റ്റ് തന്നെയാണ്. വേരിയബിള്, ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താണ്, ഒബ്ജക്റ്റുകളാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ലൂപ്പ്. ഓക്കെ, ലൂപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലൂപ്പ് അല്ലേ. അപ്പോൾ ലൂപ്പ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, വൈൽ ലൂപ്പും ഉണ്ട്, ഫോർ ലൂപ്പും ഉണ്ട്. അപ്പോൾ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എന്താണ്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കതിൻ്റെ എക്സാമ്പിൾ ഒന്ന് എഴുതി നോക്കാം. സോ അപ്പോൾ ഞാൻ കൗണ്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, അതിനകത്ത് 0 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ വൈൽ ലൂപ്പ് ഇടുകയാണ്. ഓക്കെ, വൈൽ ലൂപ്പിൽ കൗണ്ട് 0 ആണെങ്കിൽ, ഓക്കെ നമ്മളിത് മുമ്പ് പറഞ്ഞാണ്, ഒരു ഈക്വൽ ടു സൈൻ ആണെങ്കിൽ അതിനകത്ത് എന്താ, അസൈൻ ആണ് അല്ലേ. കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ ആണ് 0. അതേസമയം രണ്ട് ഈക്വൽ ടു സൈൻ ആണെങ്കിൽ, വിച്ച് മീൻസ് ഈക്വൽ എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, ഇതാണ് ശരിക്കും ഈക്വൽ, ഇതെന്ന് പറഞ്ഞാൽ അസൈൻ ആണ്. ഓക്കെ, മാറിപ്പോകരുത്. ഓക്കെ, അപ്പം കൗണ്ട് 0 ആണെങ്കിൽ ഞാൻ കണ്ടീഷൻ എഴുതുകയാണ്. എന്താണ്, പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. എന്താണ് കണ്ടീഷൻ, ട്രൂ ആണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടീഷൻ ഈസ് ട്രൂ. ഓക്കെ, ഞാനിത് പ്രിന്റ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാതെ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം അതാണ് വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഞാനിവിടെ തൊട്ട് അടിയിലായിട്ട് എന്താ കൊടുക്കുകയെന്ന് വെച്ചാൽ കൗണ്ട് കൗണ്ടിലോട്ട് ഞാൻ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ, അല്ല കൗണ്ട് ഈക്വൽസ്, ഓക്കെ കൗണ്ട് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ അസൈൻ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കണം. ഓക്കെ, ഇത് നമുക്ക് കളഞ്ഞിട്ട് ഇത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു തവണ മാത്രമാണ് ഇവിടെ കണ്ടീഷൻ ഈസ് ട്രൂ എന്ന് വന്നത്. എന്തുകൊണ്ടാണ്, അതായത് ഇവരിങ്ങനെ വരും, വന്ന് നോക്കും. ഓക്കെ, കൗണ്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഉള്ളോട്ട് വരുമ്പോൾ എന്താ, ഓക്കെ ഇവിടെ കൗണ്ട് സൈൻ 0 ആ, ഉള്ളോട്ട് വന്നു, കൗണ്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് തൊട്ട് താഴത്തോട്ട് വന്ന് നോക്കുമ്പോൾ എന്താ, കൗണ്ട് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, പിന്നെ ഇത് തിരിച്ച് ഇവിടോട്ട് വരും. തിരിച്ച് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കൗണ്ട് ഈക്വൽ ടു 0 ആണെങ്കിലേ കണ്ടീഷൻ ട്രൂ ആണ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കും അല്ലേ. അപ്പോൾ എന്താ, പിന്നെ ഒന്നുകൂടെ പ്രിന്റ് ചെയ്യാം.
മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഈ വൈൽ ലൂപ്പ് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ കൊടുക്കാം. ഇപ്പം ഓക്കെ, കൗണ്ട് ലെസ് ദാൻ 10. ഓക്കെ, ഇവിടെ ഞാൻ കൗണ്ടിലോട്ട് ഒരു വാല്യൂ ആഡ് ചെയ്തു എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. അതായത് കൗണ്ട് +1. ഓക്കെ, പിന്നെ നമ്മൾ കൗണ്ട് +1 തന്നെയാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാണ് എങ്ങനെ എഴുതാം. നമുക്ക് കൗണ്ട് സൈൻ കൗണ്ട് +1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടെ കൗണ്ട് 1. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യണം. എന്താ പ്രിന്റ് ചെയ്യുന്നത്? കണ്ടീഷൻ ഫാൾസ് ആണ് പ്രിന്റ് ചെയ്യാൻ നമുക്ക്. കണ്ടീഷൻ ഈസ് ഫാൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നോക്ക്, ആദ്യം നമ്മൾ ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് റൺ ചെയ്യാൻ കൊടുക്കുമ്പോൾ ആദ്യം ഇങ്ങോട്ടോട്ട് വരും. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ എന്താണ്? കൗണ്ട് അസൈൻ 0 ആണ്. കൗണ്ട് അസൈൻ 0 ആണ്. അപ്പോൾ അവർ ഉള്ളിലോട്ട് വന്നു. അപ്പോൾ എന്താ? 0 ലെസ് ദാൻ 10 ആണ് അല്ലേ? കണ്ടീഷൻ ട്രൂ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ നേരെ ഉള്ളിലോട്ട് കിടക്കും. എന്നിട്ട് ഈ കണ്ടീഷൻ ഇസ് ട്രൂ എന്നുള്ളത് ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് ടൈം പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്യാൻ ശേഷം അവർ താഴത്തോട്ട് വരും. താഴത്തോട്ട് വരുമ്പോൾ എന്താ? അവിടെ കൗണ്ട് ഈക്വൽ കൗണ്ട് +1 ആണ്. അപ്പോൾ എന്താണ്? ഈ 0ൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. അപ്പോൾ എന്തായി? ഇവിടെ ഈ കൗണ്ടിൻ്റെ വാല്യൂ എന്തായി? 1 ആയി. അങ്ങനെ ഈ കൗണ്ടിൻ്റെ വാല്യൂ 1 ആയിട്ട് ഇങ്ങോട്ട് ചെല്ലും. ഇങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ? അവിടെ 1 ആണല്ലേ? അപ്പോൾ 1 ലെസ് ദാൻ 10 ആണ്. ആ കണ്ടീഷൻ ട്രൂ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? അത് വീണ്ടും താഴത്തോട്ട് വരും. കണ്ടീഷൻ ഈസ് ട്രൂ എന്ന് രണ്ടാം പ്രാവശ്യം പ്രിന്റ് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും? അത് താഴത്തോട്ട് വരും. അപ്പോൾ ഇവിടെ എന്താ? 1 ആയിരുന്നു, 1 + 1 ആയി മാറി. അപ്പോൾ എന്താ? 2 ആയി. 2 ഇങ്ങോട്ട് നോക്കും. ശരിയാണ്, നോക്കും. 2 ലെസ് ദാൻ 10 ആണ്. ഓക്കെ, അപ്പോൾ എന്താ? അതും ശരിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഉള്ളോട്ട് വരും. കണ്ടീഷൻ ഈസ് ട്രൂ. അങ്ങനെ 3, 4, 5, 6, 7 അങ്ങനെ വരും. അങ്ങനെ വന്ന് ഇവിടെ 9 വരും അല്ലേ? 9 വന്നപ്പോൾ എന്താ? 9 + 1 10 ആയി. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ എന്തായി? 10 ആയി. ഇങ്ങനെ അത് മുകളിലോട്ട് പോകുന്ന സമയത്ത് 10 ലെസ് ദാൻ 10 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ആ കണ്ടീഷൻ ഫാൾസ് അല്ലേ? അപ്പോൾ എന്താണ്? ഇത് പ്രിന്റ് ചെയ്യില്ല. ഓക്കെ, പ്രിന്റ് ചെയ്യാണ്ട് ഈ ലൂപ്പിൻ്റെ പുറത്തോട്ട് ചാടും. ഓക്കെ, ലൂപ്പിൻ്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർ നോക്കുമ്പോൾ എന്താ കാണുന്നത്? കണ്ടീഷൻ ഈസ് ഫാൾസ്. അപ്പോൾ എന്താണ്? ഈ ലാസ്റ്റ് കണ്ടീഷൻ ഈസ് ഫാൾസ് എന്നുള്ള ഇത് പ്രിന്റ് ആവും. ഓക്കെ, അപ്പോൾ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ലൂപ്പിനകത്ത് തന്നെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ കണ്ടീഷൻ വൈലിനകത്ത് കണ്ടിരിക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആവുന്നത്, അപ്പോൾ അത് എന്ത് ചെയ്യും? നേരെ ലൂപ്പിന് പുറത്തോട്ട് വരും. പുറത്തോട്ട് വന്നിട്ട് അവിടെ എന്താ പ്രിന്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പം ഇതാണ് എന്ത്? വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഫോർ ലൂപ്പ് കണ്ടതാണ് അല്ലേ? അപ്പോൾ ഫോർ ലൂപ്പിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഞാൻ ജസ്റ്റ് കുറച്ച് വാല്യൂസ് അല്ലേ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോർ ലൂപ്പ് വരയ്ക്കാൻ നോക്കാം. 4 എന്നിട്ടിട്ട് കാറ്റഗറി ഇൻ കാറ്റഗറീസ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് കോളൻ ഇട്ട് കഴിഞ്ഞാൽ കോളൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യാം. ജസ്റ്റ് കാറ്റഗറി. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഈ കാറ്റഗറീസിൽ എന്താണ്? ഓരോ കാറ്റഗറി അല്ലേ? ഓരോന്നിനെ എടുത്തിട്ട് പ്രിന്റ് ചെയ്യണം. നമ്മളിത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂസൊക്കെ പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓരോന്നിനെയും ഈച്ച് വൺ നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇനി അടുത്താണ് ഇവിടെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ കാറ്റഗറി കൊടുക്കുന്നില്ല. ഓക്കെ, കാറ്റഗറി കൊടുക്കാണ്ട് എനിക്ക് വാല്യൂസ് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഞാനിവിടെ റേഞ്ച് എന്ന് കൊടുക്കാൻ പോവാം. ഓക്കെ, അതായത് ഞാനൊരു റേഞ്ച് കൊടുക്കും. ആ റേഞ്ചിനകത്തുള്ള വാല്യൂസ് വരെ പ്രിന്റ് ചെയ്താൽ മതി. ഇപ്പോൾ 14 ഞാൻ കൊടുക്കും. ഓക്കെ, 14 കൊടുക്കും. അപ്പോൾ എന്താണ്? നമുക്ക് നോക്കാം, പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ്? 14 എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കി 14 വാല്യൂസ് അവിടെ
പ്രിന്റ് ചെയ്തിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് 0. കണ്ടോ, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് എത്ര നമ്പറും പ്രിന്റ് ചെയ്യണോ അത് നമുക്കിവിടെ റേഞ്ച് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് എന്യൂമറേറ്റ്. എന്യൂമറേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പം എന്യൂമറേറ്റിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇൻഡെക്സ് പ്രിന്റ് ചെയ്യണം. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇത് ഒരു അറേ പോലെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഫസ്റ്റ് വാല്യൂന് നമ്മുടെ ഇൻഡെക്സ് എന്താ കൊടുക്കുക, 0 ആണ് അല്ലേ. 0th പൊസിഷനിലാണ് ഈ 1 ഇരിക്കുന്നത്, അതുപോലെ ഫസ്റ്റ് പൊസിഷനിലാണ് ഈ 2 ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണല്ലോ നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ഇൻഡെക്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനാണ് എന്യൂമറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, എന്യൂമറേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്യൂമറേറ്റ് യൂസ് ചെയ്തു. എന്യൂമറേറ്റ് ഏതിനകത്താണ്, കാറ്റഗറീസിനല്ലേ കൊടുക്കുന്നത്. അപ്പോൾ കാറ്റഗറീസിൽ എന്യൂമറേറ്റ് ചെയ്തു. ഇതിനകത്ത് നമ്മളിവിടെ പ്രിന്റ്, അപ്പോൾ നമ്മൾ എന്താ കാറ്റഗറി മാത്രമല്ല നമുക്ക് ഇൻഡെക്സും ഓരോന്നും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോഴും ഇവിടെ എന്ത് ചെയ്യണം, ഇൻഡെക്സ് ആക്കണം. ഓക്കെ, ഇനി നമ്മളിത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാൻ നോക്കാം. ഓക്കെ, കണ്ടോ, അപ്പോൾ നമുക്ക് അതിനകത്തുള്ള എല്ലാ വാല്യൂസും അതിൻ്റെ ഇൻഡെക്സും നമുക്ക് പ്രിന്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് എന്ത്, എന്യൂമറേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്യൂമറേറ്റ് ഒന്നും വേണ്ട, കണ്ടിന്യൂ അല്ലേ. നമ്മൾ ഒരു ഇൻഡെക്സ് ഒക്കെ എടുത്ത് കളയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, ഇവിടെ നമ്മളൊരു കണ്ടീഷൻ ഇതാണ് ഞാൻ, ഇഫ് എന്താ കണ്ടീഷൻ, ഇഫ് കാറ്റഗറി, ഓക്കെ, എപ്പോഴാണോ കാറ്റഗറി എന്താവുന്നത്, ഈക്വൽസ് 2. ഓക്കെ, എപ്പോഴാണോ കാറ്റഗറി 2 ആകുന്നത് ഞാൻ എന്ത് ചെയ്യും, അവിടെ ഞാൻ കണ്ടിന്യൂ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കും. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് പ്രിന്റ് ചെയ്തെന്ന് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് 1 ഉണ്ട്, 3, 4, 5, 6 ആണ്. 2 അവിടെ പ്രിന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ഇങ്ങനെ ഇത് ഓരോന്നും പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 എത്തിക്കഴിഞ്ഞാൽ, അതായത് കാറ്റഗറി എപ്പോഴാണോ 2ന് ഈക്വൽ ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ആ 2 എന്താണോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ, ആ വാല്യൂ അവിടെ എഴുതില്ല. ഓക്കെ, ആ വാല്യൂ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കണ്ടിന്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു വാല്യൂവിനെ അവിടെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് അവിടെ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ 3, 4, 5, 6 അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂവിനെ റീപ്ലേസ് ചെയ്തിട്ട്, കണ്ടിന്യൂവിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്, ബ്രേക്ക് കൊടുക്കാം. ബ്രേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ 1 മാത്രമേ പ്രിന്റ് ചെയ്തുള്ളൂ. എന്തുകൊണ്ടാണ്, കാരണം എപ്പോഴാണോ കാറ്റഗറി 2 ആ വാല്യൂ 2 ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആവുകയാണ്. ഓക്കെ, ആ ലൂപ്പ് സ്റ്റോപ്പായിട്ട് നേരെ അത് പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്ട്സ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ ലൂപ്പ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, സോ ബൈ, ഹാപ്പി ലേണിംഗ്.